താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ശാന്തി മന്ത്രം. ഇതൊരു ഗംഭീര ശാന്തി മന്ത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ടായിരിക്കാം തോന്നുന്നത്, പക്ഷേ ഇതൊരു ഗംഭീര ചോദ്യമാണ്. ഉപനിഷത്തിലെ ചോദ്യമാണ്. ശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഇതൊരു ഗുരു ശിഷ്യനോട് പറയുന്നതാണ്. ആരാണ് താൻ? കസ്ത്വം കോഹം കുത ആയാത. രമണ മഹർഷി ചോദിക്കുന്നതാണ്. അപ്പം താൻ ആരാണ് എന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കേ താൻ ആരാണെന്ന്. ഞാൻ ആരാണ്? ഞാൻ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, ഇതൊക്കെയാണോ? അപ്പം തനിക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താണ് തനിക്ക് ഞാൻ പറഞ്ഞു തരിക? നീ ഇതൊന്നുമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്ത, ഇതൊന്നുമല്ല നീ. ഇതറിഞ്ഞു കഴിഞ്ഞാലോ എന്നിട്ട് നീ എന്തു വേണം? ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാമോ എന്ന് നീ എന്നോട് ചോദിക്കണം. അപ്പോഴേക്കും ആള് ഗുരുവായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അപ്പം നമ്മൾ രണ്ടുപേരും ആരാണ്? ഈ ശരീര മനോ ബുദ്ധി ഉപാധികളൊന്നുമല്ല. ഇത് ഒരു സിനിമയിൽ ഒരു നർമ്മമായിട്ടാണ് അവതരിപ്പിച്ചതെങ്കിലും ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ വെറുതെ ഈ ആധ്യാത്മികത എന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി ഇങ്ങനെ അന്തും കുന്തും ഇല്ലാതെ ആവരുത്. നമുക്ക് കാണാൻ സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളോടൊരു ഇൻസിഡൻറ്റ് പറയാം. ഒരിക്കലും ഒരു വീട്ടിൽ ഇതേപോലെ അന്ന് ചിന്മയ മിഷനിലുള്ള സമയത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞങ്ങൾ ഈ ഗീതാജ്ഞാന യജ്ഞം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത്, അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. കുറച്ച് ആളുകളുമുണ്ട്, വളരെ നാമമാത്രമായിട്ടുള്ള ഒരു 5-6 ആളുകളുമുണ്ട്. അവിടെയാണ് ഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പോൾ അവിടെ വീട്ടിലേക്ക് കയറിയപ്പം എന്താണ്, അവിടെ നമ്മളങ്ങനെ അവിടെ ഇരുന്നപ്പോൾ തന്നെ മുകളിൽ നിന്ന് ഉള്ള 1ാമത്തെ നിലയിൽ, അവരുടെ 2 നില വീടാണ്, മുകളിലത്തെ 1ാമത്തെ നിലയിൽ നിന്ന് പാട്ടാണ്. എന്താണ് പാട്ട്? മലയാളത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് യേശുദാസ് പാടിയിട്ടുള്ളതാണ്. സംഗീതം ആരാന്നൊന്നും അറിയില്ല. നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവുലിയേ. ടൺ 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 ടൺ. ഈ നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയെ എന്ന് പറയുമ്പോഴേക്കും ഈ പാട്ട് അവിടെ കയറി, ഞങ്ങളവിടെ കയറി അവിടെ ഒന്ന് ഇരിക്കുമ്പോഴാണ് ഈ പാട്ട് മുകളിൽ നിന്ന് റേഡിയോയിലോ എന്തോ പ്ലേ ചെയ്തത്. അവിടെ മകനുണ്ട്, ഇവരുടെ മകൻ മുകളിൽ, അവനവിടെ പഠിക്കുക ഇരിക്കുക എന്തോ ചെയ്യും. എന്തായാലും അവൻ പാട്ട് കേൾക്കുകയാണത്. ഞങ്ങൾ ചെന്നപ്പോഴാണ് അത് പ്ലേ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക്, ഈ വീട്ടമ്മയ്ക്ക് ഒരു ഷോക്ക് പോലെ. ഇപ്പോൾ അവരിങ്ങനെ ആകെ കൂടെ ചിലരൊക്കെ തന്നെ ഇതൊരു സ്വാമി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടാണോ, പകരം വല്ല അയ്യപ്പ ശരണം ശരണം ഒക്കെ ആയിരുന്നെങ്കിൽ, സ്വാമിയെ അയ്യപ്പോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, അതൊക്കെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള മട്ടിലാണ് അവിടെ എല്ലാവർക്കും. പെട്ടെന്ന് അതൊരുതായിട്ട് ഇവർ പറയുന്നുണ്ട്, ഓഫാക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫാക്കടാ അത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്. അത് നമുക്ക് പറ്റാത്ത എന്തോ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സത്സംഗം കഴിഞ്ഞ് ആധ്യാത്മിക ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ എന്താ പഠിക്കുന്നത്?
യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. അപ്പം യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികളാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളത് വെറുതെ കേവലം അത് പാരായണം മാത്രമാണോ, അതോ യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികളാണോ? നമ്മൾ അവിടെ ഒരു സത്സംഗം ഉണ്ടായിരുന്നു ആ വീട്ടിൽ, അപ്പം തന്നെ ഇതുമായിട്ട് അനുബന്ധമായിട്ട് നല്ല രസമായിരുന്നു. അവളിപ്പോഴും അത് ഓർക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ യുവകേന്ദ്രയിലെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇത് തന്നെയാവാം വിഷയം, നീ മധു പകരൂ എന്നുള്ളതാണ്. അപ്പോൾ പറയൂ സ്വാമി, എങ്ങനെയാണ് ഇതിനെ കേൾക്കേണ്ടത്? ഈ പാട്ടിൽ ആധ്യാത്മികമായിട്ട് എങ്ങനെയാണിത് കേൾക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, തീർച്ചയായിട്ടും നീ മധു പകരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധു എന്ന് പറഞ്ഞാൽ മധുവിദ്യയാണ്. വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മധുകാണ്ഡം, ബൃഹദാരണ്യകത്തിൽ ഒരു കാണ്ഡത്തിൻ്റെ പേര് തന്നെ ബ്രഹ്മവിദ്യ പ്രദാനം ചെയ്യുന്ന കാണ്ഡത്തിന് മധുകാണ്ഡം എന്നാണ് പറഞ്ഞത്. മധുവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്. നമുക്ക് അങ്ങനെ 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 കേൾക്കണം. അത് യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. നിങ്ങൾക്ക് ആ നാരായണൻ്റെ ഗീതങ്ങളായിട്ട് സത്യത്തിലേക്കുള്ള വഴിയായിട്ടാണ്, ഒരു ആധ്യാത്മിക വഴിയിലാണ് നിങ്ങൾ ആ ആധ്യാത്മിക ഭാവത്തോടു കൂടിയാണ് ഇത് കാണുന്നത്, കേൾക്കുന്നത് എങ്കിൽ നിങ്ങളിതിനെ ഇങ്ങനെ കേൾക്കണം. നീ മധു പകരൂ എന്നുള്ളത് എന്താണ്? വാസ്തവത്തിൽ നീ മധു പകരൂ എന്ന് പറയുന്നത് ആ വിദ്യ, ബ്രഹ്മവിദ്യ എന്നിലേക്ക് പകർന്നു തരൂ, മലർച്ചൊരിയൂ. പിന്നെ മുളയ്ക്കാതിരിക്കുക, എന്താ പറയുക, മറ്റുള്ളതെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള അതൊരു വലിയ വേർഷിപ്പായിട്ട് നമ്മളിലേക്ക് അങ്ങനെ ചൊരിഞ്ഞു നൽകും. അനുരാഗ പൗർണമിയെ, അനുരാഗത്തിന് എന്താണ്, ഏതിനോടാണ് നമുക്ക് രാഗം? നമ്മുടെ ഉള്ളിൽ എന്താണോ അതിനനുസരിച്ചിട്ടാണ്. തപോവൻ സ്വാമികൾ ചിന്മയാൻ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള തപോവൻ സ്വാമികൾ ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. ആരുടെ ഉള്ളിലാണോ പ്രേമമുള്ളത്, ദിവ്യമായ പ്രേമം, ഹിമാലയം കാണുന്നവൻ അത് മാത്രമാണ്. ആർക്കാണോ ഭയപ്പാടുള്ളത്, അവൻ അത്യന്തം ഭയപ്പാടിനെ ഉണ്ടാക്കുന്നു. ആരുടെ ഉള്ളിലാണ് ഈർഷ്യയും ദേഷ്യവും ഒക്കെ ഉള്ളത്, അവനത് ഉണ്ടാക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാകുന്നത്? രാഗത്തെക്കുറിച്ച്, അനുരാഗത്തെക്കുറിച്ച് നമുക്ക് എന്താണ് സങ്കല്പം? അപ്പോൾ ഇവിടെ അതിനെ കേൾക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യാം? നീ മധു പകരൂ, മലർച്ചൊരിയൂ, അനുരാഗ പൗർണമിയെ, അപൂർണചന്ദ്രനായിട്ട് നിൽക്കുന്ന ഭഗവാനെ സങ്കല്പിക്കാം. നീ മായല്ലേ, മറയല്ലേ, അയ്യോ വിട്ടുപോകരുത്, എന്നിലെപ്പോഴും എന്നിലാ അനുഗ്രഹം ഉണ്ടാവണം. നീലനിലാവൊളിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ കാർമുകിൽ വർണ്ണൻ, നീലക്കണ്ണൻ, ആ കൃഷ്ണൻ, യോഗേശ്വരനായ കൃഷ്ണൻ ഗുരുവായി എന്നിൽ ഇതാ മധു നിറയ്ക്കുന്നു, മധുവിദ്യ നിറയ്ക്കുന്നു, ബ്രഹ്മവിദ്യ പകർന്നു നൽകുന്നു. എന്തുകൊണ്ട് നമുക്കങ്ങനെ കണ്ടുകൂടാ, കേട്ടുകൂടാ? അപ്പോൾ യോഗേന്ദ്ര പിള്ളേരാണല്ലോ ഇവർ, കുറച്ച് മിടുക്കന്മാരാണ്. ഇവർ പറയും, പോരട്ടെ സ്വാമി, അടുത്ത വരികൾ പോരട്ടെ. അപ്പം നമ്മൾ ഇതിനെങ്ങനെ ലിങ്ക് ചെയ്യണ്ടേ? അല്ലാതെ ഭാസ്കര മാഷ് ഇങ്ങനെയൊരു വ്യാഖ്യാനം നടത്തി വെച്ചിട്ടില്ല. നല്ല വരികളാണ് അതിലെ. മണി വിളക്കു വേണ്ട, മുകിൽ കാണേണ്ട, ഈ പ്രേമസല്ലാഭം. മണിവിളക്ക് വേണ്ട, മണി വേണ്ട, വിളക്ക് വേണ്ട. മണിവിളക്കിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ മണിയടിയും വിളക്കും ഒന്നും വേണ്ട. മുകിൽ കാണേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘമാണല്ലോ, പുറത്തുള്ളവരൊന്നും കാണേണ്ട. ഈ പ്രേമ സല്ലാപം, ഇതൊരു മെഡിറ്റേഷനാണ്. ഞാനും ഭഗവാനും തമ്മിലുള്ള ഒരു സല്ലാപമാണ്. ഇത് ലോകരറിയേണ്ടതില്ല. ഇത് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട. ഇതൊരു മെഡിറ്റേഷൻ, ഇതൊരു എന്താണ് പറയുക, സ്വാത്മാനുഭവത്തിലേക്കുള്ള യാത്രയായിട്ട് നിങ്ങൾ ഈ പാട്ടിനെ കേൾക്കൂ. മണിവിളക്ക് വേണ്ട, മുകിൽ കാണേണ്ട, ഈ പ്രേമസല്ലാഭം. പിന്നെയോ, കിളി പറഞ്ഞിരിക്കും, കളി പറഞ്ഞിരിക്കും, കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. അങ്ങനെയാണല്ലോ അതിലെ വരികളൊക്കെ, അങ്ങനെയല്ലേ? അതെ, കളി പറഞ്ഞിരിക്കും, പിന്നെയോ കിളി തുടങ്ങിയല്ലോ രാഗസംഗീതം. എന്താണ് കിളി തുടങ്ങിയ രാഗസംഗീതം? രാമായണം തന്നെ. തൊട്ടപ്പുറത്തെ വീട്ടിലെ രാമായണം എന്താണ്, പാടുപൈങ്കിളി എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ്റെ രാമായണമാണെങ്കിലും ശ്രീമദ് ഭാഗവതം ശ്രീശുക ഉവാച എന്ന് പറഞ്ഞാൽ തത്ത പറഞ്ഞു എന്നാണ്. കിളിയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്.
അപ്പോൾ കിളി പറയുന്നതെല്ലാം തന്നെ ഉപനിഷത്തുകളാണ്, അധ്യാത്മവിദ്യയാണ്. അത് കളിയിൽ പറയുന്നതാണ്, കഥാരൂപേണ പറയുന്നു. ആ കിളി പറയുന്നതെല്ലാം തന്നെ ഇതാണെന്ന് പറയാം. അപ്പം അതിലൊന്നും നമുക്കെന്താണ്, കിളി പോയവർക്ക് നമ്മൾ തന്നെ പറയുമല്ലോ, കിളി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിരിയിളകി എന്നാണ്. അപ്പോൾ കിളി വളരെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ബസ്സിലെ കിളി മാത്രമല്ല, ഇവിടെ കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. ആ കിളി കളിയിൽ പറയും എന്താണ്, ആ രാഗസംഗീതം എന്ന് പറഞ്ഞാൽ രാമായണം തന്നെ, രാമകഥ പറയുന്നത് സാക്ഷാൽ കിളിയാണ് എന്നുള്ള മട്ടിൽ നമുക്ക് കാണാം. അടുത്തത് അതിലും വലിയ റൊമാൻസാണ്. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു. എവിടെ? ആകാശമണിയറയിൽ. ഓ, ഇതൊരു മനോഹരമാണ്. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു. വാസ്തവത്തിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഹൃദിസ്ഥമായ ഒരു ആധ്യാത്മിക ഒരു മാർഗം പിന്തുടരുന്ന ഒരാൾക്ക് അയാളുടെ സ്മൃതിപഥത്തിൽ ഉണരേണ്ടത് എന്താണ്? മാനം കഥ പറയുകയും താരം കേട്ടിരിക്കുകയും, അത് എന്താ, ആകാശമണിയറയിലാണെങ്കിൽ ചന്ദ്രനും താരയും തമ്മിലുള്ള പ്രേമസല്ലാപങ്ങളാണ്. അതാണ് അവിടെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വരേണ്ടത്. വളരെ ഇതാണ്, ഉടലറിയാതെ ഉലകറിയാതെ. വരികളൊക്കെ ഗംഭീരാണ്. ഉടലറിയാതെ ഉലകറിയാതെ, ഉടലറിയാതെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ല. ലോകരറിഞ്ഞിട്ടില്ല, ശരീരം പോലും അറിഞ്ഞിട്ടില്ല, എന്നിട്ടോ നിൻ മാനസം കവർന്നു. എന്ത് ഈ ഭാസ്കരൻ മാഷ്, വയലാറ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ ഡെപ്തും അവർക്ക് ഇത് നല്ല ആഴത്തിലുള്ളവരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കേവലം ഒരു, ചിലപ്പോൾ സിനിമയിൽ ആ സീനൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് ഓർമ്മ വരുന്നില്ല അത് ഏതാണ് സിനിമ, ഏത് സിനിമയിലാണ് അതെന്ന്. പക്ഷേ ഈ പാട്ട് വളരെ, എന്തുകൊണ്ടാണ് ഇത് നമ്മളെ ആകർഷിക്കുന്നത്? ഈവൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പപ്പു ചേട്ടൻ്റെ താൻ ആരാണെന്ന് തനിക്ക് അറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്, തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്ക്, അപ്പം ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഇതിലെവിടെയൊക്കെയോ നമ്മളെ ഹുക്ക് ചെയ്യുന്നതുണ്ട്. കേവലം നർമ്മം മാത്രമല്ല, ഞാൻ ആര് എന്ന് നമ്മളെപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ആരാണ്. ശരിയായ ഞാൻ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുമില്ല. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു പലതും, ഞാൻ ആരാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പം അവർ പറയാം താൻ ആരാണെന്ന് എനിക്കറിയില്ലേ, താൻ പോയി വല്ലവരോടും ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ടത്. നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരാണെന്നാണ് നിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പിടിപാടുകളും അതും ഇതൊക്കെ ഉണ്ട്, നിന്നെ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പം ആ നിലയിലല്ല. അപ്പം നമുക്ക് എന്താണ്, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികളാണെങ്കിൽ ഇത് ആധ്യാത്മികമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതാണ് ആധ്യാത്മികം. അല്ലാതെ ഈ ഒരു വരട്ട് രീതിയല്ല. ഈ പ്രപഞ്ചത്തിൽ നിലകൊണ്ട് തന്നെ എങ്ങനെ നമുക്കിതിൻ്റെ ഭാഗമായി നമ്മുടെ ആധ്യാത്മികതയെ ഇതിനോട് ഇഴചേർത്ത് ജീവിക്കാം, ഇതിനെ എങ്ങനെ കാണാം. ഭദ്രം കർണേബി ഭദ്രം പശ്യേമ എന്നൊക്കെ പറയുന്നിടത്ത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയെ എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ നമ്മളത് ഓഫ് ചെയ്തിട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കെട്ടും കെട്ടി അത് വെക്കണം എന്നില്ല. ഏതും നിങ്ങൾക്ക് ഏതും വരട്ടെ, അത് ജാസി ഗിഫ്റ്റ് ആണെങ്കിലും എല്ലാറ്റിലും ഇത് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ അലോസരങ്ങൾ ഉണ്ടാക്കുന്ന പലതും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു രാമകൃഷ്ണദേവൻ പറഞ്ഞ് എണ്ണ പുരട്ടി ചക്ക മുറിക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾ സ്വായത്തമാക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ശാന്തി മന്ത്രം, താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താനാരാണെന്ന്, തനിക്ക് ഞാൻ പറഞ്ഞു തരാം താനാരാണെന്ന്. എന്നിട്ട് എന്താ വേണ്ടത്? ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്കും. തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. അപ്പം നമ്മൾ രണ്ടുപേരും ആ സത്യമാണ്, നീയും ഞാനും. അതാണ് നമ്മൾ തമ്മിൽ
എന്ത് വേണ്ട, യാതൊരു അടിപിടിയും വേണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നീ പോയിട്ട് ടാക്സി വിളി, എനിക്ക് വേണ്ടി നീ ടാക്സി വിളി എന്ന് പറയാം. അത് നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയാം. നമുക്ക് ഒരുമിച്ച് സംഗജദ്വം സംവദദ്വം സംവോ മനാംസി ജാനതാം, നമുക്ക് ഒരുമിച്ച് നടക്കാം, ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് സംസാരിക്കാം, നമ്മുടെ മനസ്സുകൾ പരസ്പരം ഒന്നാകട്ടെ. വിദ്വേഷം വേണ്ട എന്ന് പറയും ഒന്നിനോടും. നമ്മളിങ്ങനെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നതിന് പകരം എങ്ങനെ നമ്മളിതാക്കി മാറ്റാം. നമ്മളിങ്ങനെ വിഭജനങ്ങൾ സൃഷ്ടിക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരോടും അവരോടുമൊക്കെ. ശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയുന്നു, ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ബാലസ്താവത് ക്രീഡാസക്ത, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ പറയാം. നമ്മുടെ പിറകിലേക്ക് നമ്മൾ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കളി 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 എന്തൊരു കളിയാണ്. പാരൻസിന് നമ്മളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഇവനെ എന്ത് കളിയാണ് ഇത്, വിശപ്പുമില്ല ദാഹവുമില്ല, ഇങ്ങനെ കളിക്കുക. അതെ, കുട്ടിയാണ്, അതുകൊണ്ട് കളിയിലാണ് താല്പര്യം. തരുണസ്താവത്, തരുണനായി യുവാവായിരിക്കുമ്പോഴോ തരുണിക്ക് തരുണനിൽ, അവിടെയാണ് താല്പര്യം. വൃദ്ധസ്താവത് ചിന്താമഗ്ന, എപ്പോഴാണ് എൻ്റെ കാറ്റ് പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ആലോചന. പരമേ ബ്രഹ്മണി കോപിന ലഗ്ന. എന്നാൽ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക, സത്യത്തെ അറിയണം എന്ന എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ പപ്പുചേട്ടൻ പറഞ്ഞ കാര്യം, താൻ ആരാണെന്നുള്ള കാര്യം ഇതാ ഇവിടെ പറയും ശങ്കര ഭഗവത്പാദർ. കാതേ കാന്ത കസ്തേ പുത്രഃ സംസാരോയമജ് അതീവ വിചിത്രഃ കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. മോനെ, ആരാണ് നീ? കഹ ത്വം കസ്യ, നീ ആരുടേതാണ്? ആരടാ നീ ആരുടേതാണ്? കാതേ കാന്ത, ആരടാ നിന്റെ ഭാര്യ? ആരടാ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ആരാ നിന്റെ ഭാര്യ? ഏതമ്മാവൻ എന്ന് ചോദിക്കുന്നില്ലേ? ഈ അമ്മാവനാണോ? ആ അമ്മ, ഇതെൻ്റെ അമ്മാവൻ, മറ്റത് വേറൊരു അമ്മാവൻ. അപ്പോൾ കാതേ കാന്ത, ആരാ നിന്റെ ഭാര്യ? കസ്തേ പുത്ര, ആരാ നിന്റെ പുത്രൻ? അയം സംസാര അതീവ വിചിത്ര. നമ്മൾ ഈ പപ്പുച്ചേട്ടൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം അദ്ദേഹത്തെ. നമ്മൾ കോഴിക്കോട്ടുകാരനാണല്ലോ. ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സ്പിരിച്വൽ ബെൻഡുള്ളവരാണ്. നല്ല വായനയുള്ളതാണ്, അഗാധമായ വായനാശീലമുള്ള ഒരാളാണ്. നന്നായി വായിക്കുക. അതുപോലെ ഈ ഒടുവിൽ ഈ പറഞ്ഞ പപ്പു, ജഗതി ചേട്ടൻ, നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഈ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ വരുന്നത്. അമ്പിളിച്ചേട്ടനൊന്നും ജഗതിയൊന്നും ഒരു രക്ഷയില്ലാത്ത ആളാണ്. മൂപ്പരിങ്ങനെ ശ്ലോകങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് പറയുമല്ലോ. നമുക്കൊരിക്കൽ ഈ ജയ്ഹിന്ദ് ചാനലിൻ്റെ ഉദ്ഘാടന സമയത്ത് ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു. ഒരുപാട് സമയം സംസാരിക്കാൻ, സോണിയാഗാന്ധി ആയിരുന്നു അത് ഉദ്ഘാടനം. അപ്പോൾ അവർ വരാൻ കുറച്ച് വൈകിയപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടിയിരുന്നു. നമ്മൾ തൊട്ടടുത്തിരുന്ന് സംസാരിക്കില്ല. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, മൂപ്പരുടെ അച്ഛൻ്റെ ഇതുമുള്ളതും, പിന്നെ കുറേ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള മൂപ്പരുടെ എന്താ പറയുക കാര്യങ്ങൾ. അപ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ വായന നല്ലോണം വായിച്ച് കൂട്ടിയവരാണ്. ഒരു സമയത്ത് തന്നെ അവർ ഒരുപാട് വായിച്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇതിനോടൊക്കെ കൃത്യമായ ഒരു എന്താ പറയുക, ഇതിനെ മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട്. റിലീജിയസ് അല്ല ഇവരൊന്നും, റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരോ ഏതെങ്കിലും ചിഹ്നങ്ങൾ അണിഞ്ഞ് നടക്കുന്നവരോ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. മറിച്ച് അവരുടെ ഉള്ളിൽ ഇത് നല്ലോണം ഉള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ സാധനം ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. ഏതായാലും ഇവിടെ ചോദിക്കുന്നു, ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, ആരാ നിൻ്റെ കാതേ കാന്ത, നിൻ്റെ ഭാര്യ ആരാ വാസ്തവത്തിൽ? കഹാതേ പുത്ര, ആരാ നിൻ്റെ പുത്രൻ? നീ ആരുടെ പുത്രനാണ്? നിൻ്റെ പുത്രനായതാണ്. മോനെ, അയം സംസാര അതീവ വിചിത്ര. ഈ സംസാരം ഉണ്ടല്ലോ, ഈ ബന്ധങ്ങളും അതും ഇതുമൊക്കെ, ഇത് അങ്ങേയറ്റം വൈചിത്ര്യമാർന്നതാണ്. പിന്നെ ത്വം കസ്യ, നീ ആരുടേതാണ്? ത്വം കഹ, നീ ആരാണ് എന്ന് നീ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞ 1200 വർഷം മുമ്പ് ശങ്കരാചാര്യർ സംസ്കൃതത്തിൽ വേറൊരു രൂപത്തിൽ
വെറും നീ ആരാണെന്ന് മാത്രമല്ല, നീ ആരാണ്, നിൻ്റെ ഭാര്യ ഏതാണ്, നിൻ്റെ മോൻ ഏതാണ്, ഇതൊക്കെ ആരാണെന്ന് നിനക്കറിയില്ലേ, നീ എന്നോട് ചോദിക്കുക, നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. നീ ആരാണോ? ത്വം കഹ കുതഹായാതാ, നീ എവിടുന്നാ വരുന്നത്? ഹേ ഭ്രാത, സഹോദര, തത്വം ചിന്തയ, ഇതിവിടെ ചിന്തിക്കാൻ പറയാം. അതാണ് നമ്മളിതിനെ ശാന്തി മന്ത്രം എന്ന് പറഞ്ഞത്. താൻ ആരാണെന്ന് തനിക്ക് അറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്നത് ഒരു ശാന്തി മന്ത്രമാണ്. ഇത് ഞാൻ ആരാണ് നമുക്കറിയോ? ആരാണ് നമ്മൾ? ആരാണ് ഞാൻ ആരാണ്? കേവലം ഞാൻ ഈ കാണുന്ന ശരീരം എന്ന് പറയുന്ന ഇത്ര കിലോഗ്രാം ഭാരമുള്ള വെളുത്ത് തടിച്ച് എന്താ പറയുക, അല്ലെങ്കിൽ കറുത്ത് മെലിഞ്ഞ് എങ്ങനെയൊക്കെയാണോ നമ്മൾ വിലയിരുത്തണം? ഞാൻ സ്വാമിയാണ്, എൻജിനീയറാണ്, ഡോക്ടറാണ്, ഇതാണോ ഞാൻ? അല്ല, അതൊന്നും അല്ല എന്ന് പറയാം. അപ്പോൾ താൻ ആരാണെന്ന് തനിക്ക് അറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അത് അറിയില്ലെങ്കിൽ അറിഞ്ഞവനോട് ചോദിക്കണം. ആ അറിഞ്ഞവൻ പറഞ്ഞു തരും. എന്താ പറഞ്ഞു തരും? നമ്മൾ ആരാണ് എന്ന് ഒരാൾ പറഞ്ഞു തരും, ഞാൻ ആരാണെന്നും. അങ്ങനെയാണ് ഉദ്ദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ്, നീ അതാകുന്നു മോനെ. ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മ തത്വമസി. അതാണ് നീ. ഈ കാണായതെല്ലാം ഐതദാത്മ്യമിതം സർവം, ആത്മാവിനാൽ സർവഗതമാണ് ഈ കാണായതെല്ലാം. തത് സത്യം, അതാണ് സത്യം. തത്, അത്, ത്വം, നീ, അസി, ആകുന്നു. അത് ഞാനാകുന്നു, അത് നീയാകുന്നു. അത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മിയാവും. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഉപനിഷത്ത് മുഴുവൻ ഇതിൽ ഊന്നിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചാണ് എന്താ പറയുക, യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നത്. അരേ മൈത്രേയി, ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. അതിനെയാണ് നീ കേൾക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, അറിയേണ്ടത്. ആരെ? ഞാൻ ആരാണെന്ന്. അതിനെന്ത് വേണം? ഇവിടെ പറയുന്നു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗം ചെയ്യണം എന്ന് പറയാം. സത്സംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ സ്വയമേവ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ വ്യാപരിക്കണം. എന്നിട്ടോ അതുവഴി നമുക്ക് എന്തുണ്ടാവും? നിസ്സംഗം ഉണ്ടാവും, സംഘമില്ലായ്മ ഉണ്ടാവും. ഏതിനോട്? നിരർത്ഥകങ്ങളായിട്ടുള്ളതിനോട്. ആ നിസ്സംഗം നിർമോഹം വരും. പലതിൻ്റെയും പിറകിലുള്ള മോഹങ്ങളൊക്കെ നമുക്ക് അസ്തമിക്കും. അങ്ങനെ നിർമോഹം വന്നാലോ നിശ്ചല തത്വം നമുക്ക് ഉറപ്പായി കിട്ടും, വെളിപ്പെട്ട് കിട്ടും. ആ നിശ്ചല തത്വം നിശ്ചലമാകുന്നത് തന്നെയാണ് ജീവൻ മുക്തി എന്ന് പറയുക. തുടർന്നൊരു നല്ല ചിത്രം കാണിക്കുകയാണ്. വയസി ഗതേ കഃ കാമവികാര, ശുഷ്കേ നീരേ കഃ കാസാര, ക്ഷീണേ വിത്തേ കഃ പരിവാര, ജ്ഞാതേ തത്വേ കസംസാര. എന്താ പറയണത് ഭഗവത്പാദര്? വയസി ഗതേ കഃ കാമവികാര. ഒരു പ്രായം ഇത്രയൊക്കെ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഒരു 10-50 വയസ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രേമിക്കണം, ഒരാളെ വിവാഹം കഴിക്കണം, അങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറയും. പിന്നെ അങ്ങനെ ലൈറ്റ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ കുറേ പ്രായമൊക്കെ ആയിട്ട് വിവാഹം കഴിക്കുമ്പം അവിടെ ഒരു മിണ്ടാനും പറയാനും ഒക്കെ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിലൊക്കെ ആലോചിക്കാം. അങ്ങനെയുള്ളവർ അങ്ങനെയുണ്ട്, അതൊന്നും തെറ്റാണെന്നല്ല. പക്ഷേ ഇവിടെ ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാമവികാരങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറയാം. ഏതുപോലെ? ശുഷ്കേ നീരേക്ക കാസാരഹ. ജലം പൂർണ്ണമായി വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയാ തടാകം എന്ന് പറയാം. അതൊരു ഗ്രൗണ്ടായിട്ട് പിള്ളേർ ബോൾ കളിക്കും, പന്ത് കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ചില വയൽ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ. ചില സമയത്ത് നമ്മുടെ ഭാരതപ്പുഴ തന്നെ ഉണങ്ങി വരണ്ടിരിക്കുന്നത് കാണാം. ആ സമയത്ത് പിന്നെ ഭാരതപ്പുഴ നമ്മൾ പറയുമായിരിക്കും, പിന്നെ അവിടെ പുഴയൊന്നുമില്ല, വറ്റിപ്പോയി എന്ന് പറയാം. അപ്പം ശുഷ്കേ നീരേ കക്കാസാര, ജലം പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് തടാകമുള്ളത്? അതുപോലെ ജ്ഞാതേ തത്വേ, തത്വം ബോധിച്ചാൽ സംസാര, പിന്നെ എന്ത് ഈ പറഞ്ഞ കഷ്ടപ്പാടും അതും ഇതും ഇത്യാദി കാര്യങ്ങൾക്കൊന്നും പിന്നെ അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പറയാം. അതുകൊണ്ട് മോനെ, ഭഗവത്പാദർ പറയാണ്,
മാ കുരു ധനജന യൗവനഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. വേണ്ട എന്ത്? മാ കുരു, മാ അരുത്, മാ എന്ന് പറഞ്ഞാൽ അരുത്, മാ നിഷാദ് കേട്ടിട്ടില്ലേ? മാ വേണ്ട, അരുത്, കുരു ചെയ്യരുത്. എന്ത്? ധനം ജനം യൗവനം. ധനമുണ്ട് എന്ന് കരുതി അങ്ങോട്ട് അഹങ്കരിക്കരുത്, ജനം പിറകിലുണ്ട് എന്ന് കരുതി അങ്ങനെ അഹങ്കരിക്കരുത്. അപ്പോൾ ധനവും ജനവും യൗവനവും യുവാവാണ് എന്നുള്ളത് കൊണ്ട് വേണ്ട ഈ ഗർവമൊന്നും എന്ന് പറയാം. എന്താണ്? ഹരതി നിമേഷാത് കാലസർവം. കാലത്തിന് ഇതിനെയൊക്കെ ഹരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട, പെരുത്ത സമയമൊന്നും വേണ്ട, ഒരു 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 നിമിഷം മതി, ഇതൊക്കെ ഹരിക്കും. മായാമയമിതം അഖിലം ബുദ്ധ്വ. ഇതൊക്കെ ഈ മായാമയമാണ്, ഇതൊക്കെ ഇങ്ങനെ ശാശ്വതമായിട്ടുള്ളതല്ല, ഇത് അഖിലം, ഇവിടെ മുഴുവൻ എന്നറിഞ്ഞിട്ട് നീ എന്ത് വേണം? ശാശ്വതമായതാണ് ബ്രഹ്മം എന്ന് പറയുന്ന ആ സത്യം. ത്വം അതിലേക്ക് പ്രവിശ വിദിത്വ. അതിനെ അറിഞ്ഞ് അതിലേക്ക് പ്രവേശിക്കൂ, നിത്യതയിലേക്ക് നീ വരൂ, അല്ലാതെ ഈ കടന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കാതെ. ഭഗവത്പാദർ പറയും ഇതൊക്കെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ആശയങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ പറഞ്ഞു പോണത്. കാരണം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തുടർന്ന് പറയണു, ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തതപി ന മുഞ്ചത്യാശാവായുഃ. ദിനയാമിന്യൗ സായം പ്രാതഃ. രാവിലെ ആവുന്നു, ഉച്ചയാവുന്നു, വൈകുന്നേരമാവുന്നു, വീണ്ടും രാവിലെ ആവുന്നു, വൈകുന്നേരമാവുന്നു, ഉച്ചയാവുന്നു. ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകൾ മാറുന്നു, മാസങ്ങൾ മാറുന്നു, ഋതുക്കൾ മാറുന്നു. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ. മഞ്ഞുകാലം പോയി, വേനൽക്കാലം വന്നു, മഴക്കാലം വന്നു. ഇതാന്ന് പറയുമ്പോൾ പോകുന്നു, ഇതാ ഡിസംബർ, ഇതാ ഇനി ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി. കാലക്രീഡതി, കാലനിങ്ങനെ കളിക്കുക, ഓരോ ഹാപ്പി ബർത്ത്ഡേക്കും മൂപ്പര് ഓരോ വിക്കറ്റ് താഴെ ഇട്ടുകൊണ്ടിരിക്കുക. ഗച്ഛതി ആയുഹു, ആയുസ്സും പോയിക്കൊണ്ടിരിക്കുന്നു. തഥപി എന്നാലും ആശാവായുഹു ന മുഞ്ചതി, ആഗ്രഹങ്ങൾ ഒഴിക്കുന്ന യാതൊരു പരിപാടിയില്ല, അത് വിട്ടിട്ടുള്ള യാതൊരു പരിപാടിയില്ല എന്ന് പറയാം. ഇത്രയും പറഞ്ഞ് ഭഗവത്പാദർ പറയുന്നു, ബാക്കി നമുക്ക് നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.